സാഹിത്യവേള. സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സാഹിത്യവേളയിൽ പ്രിയാമണി അവതരിപ്പിച്ച കഥകൾ, കാർത്യായനി കൃഷ്ണൻകുട്ടി അവതരിപ്പിച്ച കവിതകൾ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം പ്രിയാമണി അവതരിപ്പിച്ച കഥകൾ. ആദ്യ കഥ സ്വപ്നക്കൊട്ടാരത്തിലെ നീലമുത്ത്. കണ്ണുകളടച്ച് ആഴിയുടെ ആഴങ്ങളിലേക്ക് തനിയെ നീന്തി ഇരുളടഞ്ഞ മണൽക്കൂമ്പാരങ്ങൾ കടന്ന് പായൽ പടർന്ന പാറക്കെട്ടുകൾ താണ്ടി പ്രകാശം കടന്നുവരാൻ വെമ്പുന്ന ആ സ്വപ്ന കൊട്ടാരത്തിൽ പതിവ് പോലെ അവൾ എത്തി. എന്നും വഴിതെറ്റാതെ അവിടേക്ക് തന്നെ പാഞ്ഞെടുക്കുവാൻ ഒരു കാരണമുണ്ട്. വൈഡൂര്യം പതിച്ച കിരീടമണിഞ്ഞ പ്രകാശം പരത്തുന്ന തിളങ്ങുന്ന വർണ്ണച്ചെതുമ്പലുകൾ ഉള്ള നീലനയനമുള്ള നേത്ര എന്ന മത്സ്യകന്യക. അവൾ അവിടെ എന്നും മാണിക്യക്കല്ലുകളുമായി കാത്തിരിക്കും. നേരം വെളുക്കും വരെ കഥകൾ പറഞ്ഞും നീന്തിക്കളിച്ചും മതിവരാതെ അവർ മുത്തും പവിഴവും പതിച്ച കൊട്ടാരമാകെ നൃത്തമാടി രസിക്കും. എഴുന്നേൽക്കടി! പെട്ടെന്ന് നുരഞ്ഞു പതയുന്ന ഓളങ്ങൾ കടന്ന് തിരമാലകൾക്ക് മുകളിൽ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശം ഹൃദയതാളത്തെ മാറ്റിമറിച്ചുകൊണ്ട് കണ്ണുകൾ തിരുമ്മി എഴുന്നേൽക്കാൻ നോക്കുമ്പോഴും നേത്ര തനിച്ചായിരിക്കുമെന്നോർത്ത് വിഷാദത്തോടെ നിത്യ വീണ്ടും ഉറങ്ങാൻ കൊതിച്ചു. സ്കൂളിൽ പോകണം. പോകാതിരിക്കാൻ അമ്മയോട് എന്തു പറയും? അമ്മേ, എനിക്ക് വയറു വേദനിക്കുന്നു. നിന്റെ അടവൊന്നും ഇനി ചിലവാകില്ല. 2 ദിവസം അവധി കിട്ടിയിട്ടും മതിയായില്ലേ? ഇങ്ങനെയുണ്ടോ മടി? എനിക്ക് പണിക്ക് പോകണം. വേഗം റെഡിയാക. വീട്ടിലിരുന്നാൽ ആര് നോക്കാനാ? പോകുന്നില്ലെങ്കിലേ പണിക്ക് പോരെ. പകുതി ശമ്പളമെങ്കിലും കിട്ടും. അവധി ദിവസങ്ങൾ എല്ലാവരും കളിച്ചു രസിക്കുമ്പോൾ അമ്മയുടെ ഒപ്പം കാട്ടിലെ പണിക്ക് പോയാൽ കിട്ടുന്ന കാശുകൊണ്ട് പേനയും ബുക്കും മേടിക്കുമ്പോൾ അഭിമാനവും സങ്കടവും തോന്നും. ആകെയുള്ള സന്തോഷം നേത്രയാണ്. അവളെ കാണാൻ രാവോളം കാത്തിരിക്കണം. അയാളെ ഓർത്താൽ പഠിക്കാൻ പോകുന്നതും വെറുപ്പാണ്. വലിയ മാഷാണ്. എല്ലാവരുടെയും ബഹുമാനം ഏറ്റുവാങ്ങുന്ന അയാൾ ദേഹത്തിൽ പിച്ചുമ്പോൾ കയ്യിൽ കടിച്ചിട്ട് കരണത്തിൽ തല്ലാൻ തോന്നും. ആൺകുട്ടികളെ മാത്രം അടുത്തുപോലും വിളിക്കില്ല. ചോദ്യം തന്ന് തീരുമ്പോഴേക്കും ചെയ്തു കഴിഞ്ഞോ? കാണിച്ചേ എന്നും പറഞ്ഞ് ഓരോരുത്തരെ അടുത്തേക്ക് വിളിക്കും. കൂടെ പഠിക്കുന്ന ആരും ഒന്നും പറയാതെ അയാളുടെ തലോടലും പിച്ചലും വാങ്ങി കരയുമ്പോഴും ഇന്ന് ഞാൻ രക്ഷപ്പെട്ടെന്ന് ചിന്തിക്കുന്ന മറ്റു കുട്ടികൾ. അമ്മയോട് പറയാൻ 1000 വട്ടം ഒരുങ്ങിയിട്ടും നാവ് പൊങ്ങിയില്ല. കൂലിവേല സ്ഥിരമാക്കാതിരിക്കാൻ, പഠിച്ച് ജോലി മേടിക്കാൻ അച്ഛനില്ലാത്ത അവൾ എല്ലാം സഹിച്ചു. നേത്രയോടെല്ലാം പറയണം. അവിടെയും ദുഃഖക്കടലാകാതിരിക്കാൻ ഒറ്റയ്ക്ക് അവൾ ഉള്ളിൽ ഒതുക്കി. ഇന്ന് അയാളിൽ നിന്നും രക്ഷപ്പെടാൻ എന്തു ചെയ്യണമെന്ന് കുട്ടികളോട് ചോദിച്ചാലോ? ഒരു പക്ഷേ അവർക്ക് ശീലമായതുകൊണ്ടാകുമോ? ദേഷ്യവും സങ്കടവും കടിച്ചമർത്തി നിത്യ സ്കൂളിലെത്തി. കണക്കുമാഷിൻ്റെ ക്ലാസ് തുടങ്ങി. നന്നായി പഠിക്കുന്ന കുട്ടികൾ പെട്ടെന്ന് അയാളുടെ ശരിയും വാങ്ങി തിരിച്ചു വരും. തെറ്റാതിരിക്കാൻ എത്ര പഠിച്ചാലും നിസാരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അയാൾ ചോരലുമെടുത്ത് അടുത്തേക്ക് വിളിച്ചു. ബാക്കി എല്ലാവരും അടുത്ത കണക്ക് ചെയ്യ്. അറിയാവുന്നവർ മാത്രം തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കണ്ട് നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുറിപ്പിച്ചു അയാളെ നോക്കി. കയ്യിൽ കരുതിയ സൂചി മുറുക്കെ പിടിച്ചു. പക്ഷേ ഇന്നും ഭയന്നിട്ട് അയാളെ ഒന്നും ചെയ്തില്ല. നേത്രയോടെ എല്ലാം പറയണം. അല്ലെങ്കിൽ തിരിച്ചു വരാതെ അവളുടെ ഒപ്പം അവിടെ നിൽക്കണം. വീട്ടിൽ വന്ന് കുളിച്ച് ഭക്ഷണം കഴിച്ച് പഠിച്ച് അവൾ നേത്രയെ കാണാൻ പോയി. സംസാരിക്കുന്നതിനിടയിൽ അവളുടെ മുഖത്തെ ശോകം കണ്ട് നേത്ര എല്ലാം ചോദിച്ചറിഞ്ഞു. അവളുടെ കയ്യിലേക്ക് ധൈര്യം പകർന്ന നീല നിറമുള്ള മുത്ത് നൽകി. ഇനി എൻ്റെ നിത്യക്കുട്ടിക്ക് പേടിയൊന്നും വരില്ല. വാ, നമുക്കിനി നീന്താൻ പോകാം. ഇന്ന് ഒരുപാട് നേരം നേത്രയോടൊപ്പം കടലിൽ മത്സ്യങ്ങൾക്കൊപ്പം കളിച്ച് തിരിച്ചു വന്നപ്പോഴേക്കും താമസിച്ചു പോയി. വേഗം പുതപ്പ് മടക്കി വെക്കുന്നതിനിടയിൽ കട്ടിലിൽ കിടന്ന നീലുമുത്ത കണ്ട് നിത്യ അത്ഭുതപ്പെട്ടു. നേത്ര തന്ന മുത്ത്. അത് കയ്യിൽ മുറുക്കെ പിടിച്ചു. നെഞ്ചോട് ചേർത്ത് കണ്ണടച്ചൊരു നിമിഷം അവൾ കട്ടിലിലിരുന്നു. എത്ര തവണ വിളിച്ചു നിന്നെ? ഞാൻ പോകുന്നു. ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. വേഗം ഒരുങ്ങി താക്കോൽ സൂക്ഷിച്ചു വെച്ചിട്ട് പോയിക്കോണം. ഇരുവശം മുടി പിന്നിക്കെട്ടി മുന്നിലേക്കിട്ട് കയ്യിൽ മുത്തും എടുത്ത് നിത്യ സ്കൂളിലെത്തി. ക്ലാസ് തുടങ്ങി. അയാളുടെ ശബ്ദം കേൾക്കാം. യൂണിഫോമിൻ്റെ പോക്കറ്റിലിട്ട മുത്ത് കയ്യിൽ തൊട്ട് ചാക്കു തുന്നുന്ന സൂചി കയ്യിലെടുത്ത് മുറുക്കെ പിടിച്ചു. അകത്തേക്ക് നോക്കി. ആഹാ, ഇന്നെന്താ താമസിച്ചേ? അയാൾ ചെവി പിടിച്ചു തിരുമ്മിക്കൊണ്ട് ചോദിച്ചു. മറുപടി പറയുന്നത് ശ്രദ്ധിക്കാതെ അയാളുടെ കണ്ണും കൈയും തോളിലേക്കിറങ്ങി. മുന്നിലേക്കെടുത്തിട്ട മുടി പുറകിലേക്ക് മാറ്റിയിട്ട്
അയാൾ മറ്റുള്ള കുട്ടികളോട്, നിങ്ങൾക്ക് തന്ന കണക്ക് വേഗം ചെയ്യ്, ഇവളെ ഞാൻ നോക്കിക്കോളാം. എല്ലാവരും ബുക്കിലേക്ക് നോക്കുന്ന തക്കം അയാളുടെ വിരലുകൾ ചലിക്കാൻ ഓങ്ങിയതും നിത്യ അയാളുടെ കയ്യിൽ സൂചി ആഴ്ത്തിയിറക്കി. വാ പൊത്തിക്കൊണ്ടയാൾ ക്ലാസ്സിന് പുറത്തേക്കോടി. എല്ലാവരും ഒരു നിമിഷം എന്താണ് സംഭവിച്ചതെന്നറിയാതെ സ്തംഭിച്ചിരുന്നു. നിത്യ മാഷിൻ്റെ പിന്നാലെ ചെന്നു. നിൽക്കൂ മാഷേ, അച്ഛൻ്റെ പ്രായം കഴിഞ്ഞ് നിങ്ങൾ ഞങ്ങളെ മക്കളെപ്പോലെ കാണാത്തതെന്താ? മാംസമായാണോ മാഷിനെ കാണാൻ കഴിഞ്ഞത്? നിങ്ങളുടെ കൈ ഞങ്ങളെ സ്പർശിച്ചത് കൊണ്ടാ കയ്യിൽ കുത്തിയത്. ഇനി മേലാൽ. അവൾ പറഞ്ഞു തീരും മുൻപേ അധ്യാപകർ ഓടിയെത്തി. മാഷേ, എന്തുപറ്റി? എല്ലാവരും ചുറ്റും കൂടി. അയാൾക്കൊന്നും പറയാൻ വയ്യാതെ വേദന കടിച്ചമർത്തി നിത്യയെ നോക്കി. അവളുടെ കണ്ണുകൾ നീലനിറത്തിൽ പ്രകാശിച്ചത് അയാൾ മാത്രമേ കണ്ടുള്ളൂ. തുടർന്ന് കറുത്ത നിഴൽ. മാറാലകൾ നിറഞ്ഞ വവ്വാലുകൾ വസിക്കുന്ന ഒറ്റപ്പെട്ട ഒരു പഴയ വീട്. കളകളും പുല്ലും കാട്ടുവള്ളികളും പൂച്ചെടികളും പടർന്നു പന്തലിച്ചു കിടക്കുന്ന മുറ്റം. വെയിലേൽക്കാൻ സമ്മതിക്കാത്ത മാമരങ്ങൾ. വീടിനുള്ളിൽ നിഴൽ പോലെ ജീവിക്കുന്ന അവൾ ജീവിച്ചിരുന്നു. കൊലുസുകളുടെ കൊഞ്ചലും ചിരികളുടെ നാദവും വിടർന്ന കണ്ണുകളുമായി നയന. മോഹങ്ങളും സ്വപ്നങ്ങളും പൂവണിയുന്നതിനു മുൻപേ മഞ്ഞത്തുണിയിൽ അവസാന ശ്വാസം വിടിഞ്ഞവൾ. ആരും കടന്നു വരാൻ ഭയക്കുന്ന ആ വീട്ടിൽ അവൾ തനിച്ചാണ്. രാഹുൽ ദിവ്യയും കൂട്ടി അവിടെ വന്നു. ആരും പെട്ടെന്ന് തേടി വരാത്ത ഈ വീട്ടിൽ അവൻ മുൻപ് പലതവണ വന്നിട്ടുണ്ട്. മോഹവാഗ്ദാനങ്ങൾ നൽകി പെൺകുട്ടികളെ നശിപ്പിക്കാൻ. നയന അവൻ്റെ അവസാനത്തെ ഇരയായിരുന്നു, ദിവ്യയെ കാണും വരെ. പക്ഷേ ദിവ്യയെ മാത്രം വിവാഹം കഴിക്കേണ്ടി വന്നു, അവളുടെ പണവും സ്വന്തമാക്കാൻ. വീടും മുറ്റവും കണ്ട് ദിവ്യ ആകെ അമ്പരന്നു. പട്ടണത്തിൻ്റെ തിക്കിലും തിരക്കിലും നിന്ന് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ജീവിക്കാൻ അവൾ രാഹുലിന് വേണ്ടി സമ്മതിച്ചു. രണ്ടുപേരും മാറാലകൾ നീക്കം ചെയ്തു, തൂത്തു തുടച്ചു. വിശന്നു കഴിഞ്ഞപ്പോൾ കഴിക്കാൻ വല്ലതും വാങ്ങിവരാമെന്ന് പറഞ്ഞ് രാഹുൽ കാറുമായി പുറത്തുപോയി. അവൾ പകലിലും ഇരുൾ നിറഞ്ഞ വീടിനുള്ളിൽ ജനാലകൾ തുറന്ന് മൂളിപ്പാട്ടും പാടി അങ്ങും ഇങ്ങും നടന്നു. അവളുടെ മൂളലിൻ്റെ മുഴക്കം മറ്റാരോ പാടുന്നതുപോലെ തോന്നി. മൂളൽ നിർത്തിയിട്ടും നീളുന്ന പ്രതിഭാസം അവളിൽ ഭയം നിറച്ചു. രാഹുൽ ഇത്ര വേഗം വന്നോ? അവൾ മുറ്റത്തേക്ക് ഇറങ്ങി നോക്കി. കാറ്റിലുലയുന്ന ചില്ലുകളുടെ ശബ്ദം, കരിയിലുകളുടെ ഓട്ടവും കൗതുകത്തോടെ നോക്കി നിൽക്കുമ്പോൾ പിറകിൽ നിന്നാരോ അവളുടെ വലതു തോളിൽ തൊട്ടു. ഞെട്ടലോടെ അവൾ തിരിഞ്ഞു നോക്കി. അവിടെ അവൾ ആരെയും കണ്ടില്ല. ഭയന്നു വിറച്ചു നിന്ന അവളുടെ നെറ്റിയിൽ വിയർപ്പു തുള്ളികൾ കിനിഞ്ഞിറങ്ങി ഒഴുകി. ദിവ്യേ, എവിടെയാ? രാഹുലിൻ്റെ വിളി കേട്ട് ശബ്ദം പോലും പുറത്തു വരാതെ അവൾ സ്തംഭിച്ചു നിൽക്കുന്നത് കണ്ട് അവൻ ചിരിച്ചു. നിനക്കിത്രയും ഭയമാണോ? വാ കഴിക്കാൻ. തമാശ കളിക്കാതെ വരുന്നുണ്ടോ? അവൻ ഭക്ഷണപ്പൊതി അഴിച്ചിട്ടും ഇമ ചിമ്മാതെ നിൽക്കുന്ന ദിവ്യയെ കണ്ടപ്പോൾ അവൾക്കെന്തോ സംഭവിച്ചുവെന്ന് മനസ്സിലായി. അവൻ അവളുടെ അടുത്തേക്ക് എഴുന്നേറ്റ് പരിഭ്രമത്തോടെ ചെന്നു. ദിവ്യേ, എന്തുപറ്റി? അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി ചോദിച്ചു. മെല്ലെ അവളുടെ കണ്ണുകൾ ചലിച്ചു. രാഹുലിനെ തുറച്ചു നോക്കി. കണ്ണുകൾ ചുമന്നു തിളങ്ങുന്നത് കണ്ട രാഹുൽ ഒന്ന് നടുങ്ങി. നീ വല്ലതും കണ്ട് ഭയന്നോ? എന്താ നീ ഒന്നും മിണ്ടാത്തത്? അവളെ കുലുക്കി ഉണർത്തിക്കൊണ്ട് രാഹുൽ ഭയത്തോടെ ചോദിച്ചു. ബോധം തിരികെ വന്ന പോലെ അവളുടെ വിറങ്ങലിക്കാൻ തുടങ്ങിയ ശരീരം തുടുത്തു. പെട്ടെന്ന്, രാഹുൽ വന്നോ? വാ നമുക്ക് കഴിക്കാം, വല്ലാതെ വിശക്കുന്നു. അവൾ ആർത്തിയോടെ ഞൊടിയിടയിൽ ഭക്ഷണം കഴിച്ചു തീർത്തു. വീണ്ടും രാഹുലിനെ നോക്കി. എനിക്ക് ഇനിയും വേണം, എനിക്ക് വിശപ്പടങ്ങിയില്ല. അവൾ കിതച്ചുകൊണ്ട് രാഹുലിന് നേരെ നടന്നു ചെന്നു. രാഹുൽ, എനിക്ക് വിശക്കുന്നു, എനിക്ക് അഗാധമായ എന്തോ ഒരു വിശപ്പ്. രാഹുൽ കൊണ്ടുവന്ന വെള്ളം മുഴുവൻ അവൾ കുടിച്ചു. എന്നിട്ടും വിശപ്പ് മാറുന്നില്ല. അവൾ ആർത്തിയോടെ രാഹുലിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. അവനെ കെട്ടിപ്പിടിച്ചു. കഴുത്തിലേക്ക് കൊതിയോടെ കടിക്കാൻ ഓങ്ങിയതും അവളെ തട്ടിമാറ്റി അവൻ കുതറിയോടി. പെട്ടെന്നുണ്ടായ ശക്തമായ കാറ്റിൽ ജനലുകൾ വാതിലുകൾ തുറന്നടിച്ചുകൊണ്ടിരുന്നു. എങ്ങോട്ട് പോകും, എന്തു ചെയ്യുമെന്നറിയാതെ അവൻ ആരെയോ ഫോണിൽ വിളിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ദിവ്യ അവൻ്റെ മുന്നിൽ വന്നു നിന്നു. രാഹുൽ, എന്നെ മനസ്സിലായോ? നയന, ഓർമ്മയുണ്ടോ അങ്ങനെയൊരു പേര്? എങ്ങനെ ഓർക്കുമെന്നല്ലേ? ഒന്നോ രണ്ടോ ആണെങ്കിൽ ഓർക്കും. പക്ഷേ എനിക്ക് നിന്നെ മറക്കാൻ കഴിയില്ല. നിന്നെ വിശ്വസിച്ച് നിന്റെ കൂടെ ഇറങ്ങി വന്ന എന്നെ നീയും നിന്റെ കൂട്ടുകാരും ഈ വീട്ടിൽ വെച്ച് പിച്ചി ചീന്തി വലിച്ചെറിഞ്ഞു പോയപ്പോൾ തിരികെ വീട്ടിൽ പോകാൻ വയ്യാതെ വേദനയും വിശപ്പും ഭയവും അപമാനവും ദാഹവുമായി തൂങ്ങി മരിക്കുമ്പോൾ നിന്റെ മുഖം അത്ര എളുപ്പം എനിക്ക് മറക്കാനാവില്ല. ജീർണിച്ച് എൻ്റെ ശരീരം അച്ഛനും അമ്മയും നോക്കി കരയുമ്പോൾ ആൾക്കൂട്ടത്തിനിടയിൽ നീ നിൽപ്പുണ്ടെന്ന് ഉറക്കെ ഞാൻ കരയുന്നത് പോലും ആരും കേട്ടില്ല. പണം വലിച്ചെറിഞ്ഞ് പഴുതുകൾ നീ അടച്ചപ്പോൾ നിസ്സഹായികളായി പകച്ചു നിന്ന എൻ്റെ വീട്ടുകാർ. പറഞ്ഞു തീരും മുന്നേ അവൾ അലറി. ആ ശബ്ദം ഭിത്തികളെ പിളർത്തിക്കൊണ്ടിരുന്നു. ജനലുകൾ തകർത്തുകൊണ്ടിരുന്നു. വിടർന്ന കണ്ണുകളിൽ തീജ്വാലയാൽ തിളച്ച കണ്ണുനീർ തുടച്ചവൾ അവനു നേരെ കഴുത്തു ഞെരിക്കാൻ ദംഷ്ട്രകൾ കാട്ടി പാഞ്ഞെടുത്തു. പകയുടെയും നിരാശയുടെയും കറുത്ത നിഴൽ അവനെ വീടിനുള്ളിൽ പിടഞ്ഞു മരിക്കും വരെ ഞെരിച്ചുകൊണ്ടിരുന്നു.
പ്രിയാമണി അവതരിപ്പിച്ച കഥകൾ കേട്ടല്ലോ. ഇനി കാർത്യായനി കൃഷ്ണൻകുട്ടി അവതരിപ്പിച്ച കവിതകൾ കേൾക്കാം. ആദ്യ കവിത ഒരു വട്ടം കൂടി. ഒരു വട്ടം കൂടിയൻ വിദ്യാലയത്തിൻ തിരുമുറ്റത്തെത്തി ഞാൻ. ബാല്യകാലത്തെ ഓർത്തുപോയി. എൻ്റെ കളിയും ചിരിയും തിരിച്ചു വന്നു. എൻ്റെ കളിയും ചിരിയും തിരിച്ചു വന്നു. മുറ്റത്തെ ചാമ്പമരച്ചോട്ടിൽ ഒത്തുകൂടിയ നാളുകൾ ഓർത്തുപോയി. ചാമ്പ കുലുക്കുന്ന കുറുമ്പനെയും ഒരു മാത്ര വെറുതെ നനച്ചുപോയി. ഒരു മാത്ര വെറുതെ നനച്ചുപോയി. വാത്സല്യമേറിയ ഗുരുക്കന്മാരെയും കുസൃതി കുറുമ്പരായ കൂട്ടുകാരും കലപിലയോടുള്ള കുഞ്ഞുങ്ങളും ഓടിക്കളിക്കുന്ന ക്ഷേത്രാങ്കണം. ഉച്ചയ്ക്കു കിട്ടുന്ന ഉപ്പുമാവിൻ രുചി ഇന്നും നാവിൻ തുമ്പത്തുണരുന്നു. മാതൃവാത്സല്യമായി അരികിലെത്തുന്ന നാണി അമ്മയെ മറക്കുവാനാവുമോ? ജീവിതസായാഹ്നമെത്തിയ നേരത്തും കൊതിക്കുന്നുണ്ടേറെയാ ദിനങ്ങൾ. ഇനിയൊരു മടക്കമുണ്ടാവുമോ എൻ സരസ്വതി മന്ദിരത്തിൽ? ഇനിയൊരു മടക്കമുണ്ടാവുമോ എൻ സരസ്വതി മന്ദിരത്തിൽ? എൻ സരസ്വതി മന്ദിരത്തിൽ. തുടർന്ന് കണ്ണീരോണം. കണ്ണീർ കർക്കിടകം പോയി മറഞ്ഞേ, പൊന്നിൻ ചിങ്ങം എത്തിയല്ലോ. മാവേലി മന്നനെ വരവേൽക്കുവാനായി ആമോദം പൊലിഞ്ഞൊരു മനസ്സു മാത്രം. പൂക്കൾ പറിക്കാനായി ഓടി നടക്കേണ്ട കുഞ്ഞു കുരുന്നുകൾ മൺമറഞ്ഞേ. പട്ടുപാവാടയ്ക്കായി സൂക്ഷിച്ചു വെച്ചോരാ കാശു കൊടുക്കയും ഉരുളെടുത്തേ. പാതിര നേരത്ത് മാതാവിനരികത്തായി ഉറങ്ങാൻ കിടന്നൊരു നേരത്തായി ചിതറിത്തെറിച്ചൊരു മണ്ണും മരങ്ങളാൽ ആഗോഗമെല്ലാം ഒഴുകിപ്പോയേ. ഓണം കൊണ്ടാടാനായി ആശിച്ചോരെല്ലാം ഇന്നാ മണ്ണിലായി പുതഞ്ഞു പോയി. മണിമന്ദിരങ്ങളാം സൗധങ്ങളെല്ലാമേ ഇന്നും വെറുമൊരു മൺകുനയല്ലോ. ഓണനീലാവെത്ര തെളിഞ്ഞാലും മെന്നുള്ളിൽ ഭീതിദമായൊരു രാത്രി മാത്രം. വയനാടിൻ മക്കളെ ഓർത്തെന്നാലേ കേരള മക്കൾക്കു കണ്ണീരോണം. വയനാടിൻ മക്കളെ ഓർത്തെന്നാലേ കേരള മക്കൾക്കു കണ്ണീരോണം. ഇനി
മിണ്ടാപ്രാണി. നാളെ എന്തെന്നറിയില്ല, രാവു വെളുക്കുമെന്നറിയില്ല, അന്നമെത്തുമെന്നറിയില്ല, കൂട്ടിനെന്നും ഇരുൾ മാത്രം, കൂട്ടിനെന്നും ഇരുൾ മാത്രം. എൻ്റെ യജമാനെത്തിയില്ല, മുഖമൊന്നും ഓർമ്മയിലില്ല, ഒരു പരിചിത ശബ്ദമില്ല, വീടൊരു കൂന മാത്രം, വീടൊരു കൂന മാത്രം. ഉരുളൊഴുകുന്ന ശബ്ദമില്ല, ചെളിമണമടിക്കുന്നില്ല, കലപില കൊഞ്ചലില്ല, എവിടെയും പാറക്കല്ലു മാത്രം. സൈറൻ വിളിയെത്തിയല്ലോ, ശരീരങ്ങൾ നിരത്തിയല്ലോ, തേങ്ങലൊന്നും കേൾക്കുന്നില്ല, എവിടെയും മൗനം മാത്രം, എവിടെയും മൗനം മാത്രം. കരയുവാനായി കണ്ണീരില്ല, കാണുവാനായി ആരുമില്ല, ഒന്നുമൊന്നും പറയാനില്ല, ഞാനൊരു മിണ്ടാപ്രാണിയല്ലോ. ആരുമൊന്നും കൂട്ടിയില്ല, ഒന്നിനും തടഞ്ഞില്ല, ഇനിയുമെന്തെന്നറിയില്ല, ഞാനൊരു നായ മാത്രം, ഞാനൊരു നായ മാത്രം. തുടർന്ന് കാത്തിരിപ്പ്. വിരുന്നെത്തുമെന്നു വെറുതെ നനച്ചിരുന്നു, എന്നിട്ടും വന്നില്ലൻ കളിത്തോഴൻ. വിരുന്നെത്തുമെന്നു വെറുതെ നനച്ചിരുന്നു, എന്നിട്ടും വന്നില്ലൻ കളിത്തോഴൻ. പിണക്കമാണെന്നു ഞാൻ അറിഞ്ഞതില്ല, ഇനിയെന്നു കാണുമെന്നെന്നോടു ചൊല്ലില്ല. പുന്നെല്ലിൻ പുത്തിരി ചോറു ഞാൻ വിളമ്പാം, പച്ചടി കിച്ചടിയും ഓലനും തോരനും, പപ്പടം പായസവും ഞാനൊരുക്കാം, ഒരുമിച്ചിരുന്നുണ്ണാനേറെ കൊതിച്ചിരുന്നു, ഒരുമിച്ചിരുന്നുണ്ണാനേറെ കൊതിച്ചിരുന്നു. ഒരു നോക്കു കാണുവാൻ, ഒരു വാക്കു മിണ്ടുവാൻ, ദാഹിച്ചു മോഹിച്ചു ഞാനിരുന്നു. വൈകാതെ നീയൻ ചാരത്തണഞ്ഞാൽ, ചക്കര ചുണ്ടത്തൊരു ചുംബനമേകാം, ചക്കര ചുണ്ടത്തൊരു ചുംബനമേകാം. മാനത്ത് കാർമേഘം പെയ്തൊഴിഞ്ഞല്ലോ, മാരിവില്ലഴകേറും നിറച്ചാർത്തണിഞ്ഞു, പകലോൻ പടിഞ്ഞാറ് എരിഞ്ഞടങ്ങിയിട്ടും, പൂമുഖവാതിൽ ഞാൻ ചാരിയില്ല, പകലോൻ പടിഞ്ഞാറെരിഞ്ഞടങ്ങിയിട്ടും, പൂമുഖവാതിൽ ഞാൻ ചാരിയില്ല. താരകക്കുഞ്ഞുങ്ങൾ കൺചിമ്മിയല്ലോ, നിലാവു പെയ്തൊരാവിൽ, വഴിക്കണ്ണുമായി ഞാൻ കാത്തിരിപ്പൂ, വഴിക്കണ്ണുമായി ഞാൻ കാത്തിരിപ്പൂ. കഥനത്തിൻ നൊമ്പരമൻ നെഞ്ചിലൂറുന്നു, കഥനത്തിൻ നൊമ്പരമൻ നെഞ്ചിലൂറുന്നു. അവസാനമായി വിവാഹമോചനം. കണ്ടു ഞാൻ കോടതി വരാന്തയിൽ തേങ്ങിക്കരയുന്ന പൈതലിനെ, കണ്ടു ഞാൻ കോടതി വരാന്തയിൽ തേങ്ങിക്കരയുന്ന പൈതലിനെ,
പിണങ്ങിയകന്ന മാതാപിതാക്കളെ ഈറൻമിഴിയോടെ നോക്കിയവൻ, ഈറൻമിഴിയോടെ നോക്കിയവൻ. ആ കാഴ്ച കണ്ടൻ്റെ ഇടനെഞ്ചു പൊട്ടി. തന്നിളം കുരുന്നിനെ ഓർക്കാതെ അന്നവർ വാക്കിനാൽ കലഹിച്ചു പോരടിച്ചു. പ്രണയ നിമിഷങ്ങളന്നവർ ഓർത്തിരുന്നെങ്കിൽ, പ്രണയ നിമിഷങ്ങളന്നവർ ഓർത്തിരുന്നെങ്കിൽ, വിമ്മിക്കരയുന്ന കുഞ്ഞിളം കണ്ണുകൾ പോകരുതച്ഛാ എന്നവൻ കേണുപോയി. ഇനി എന്തു വേണമെന്നുഴറുന്ന പെണ്ണിനെ കാലുഷ്യമോടയാൾ നോക്കി മുരുണ്ടു. കിട്ടിയില്ലേ നിനക്കാവശ്യത്തിലേറെ പണം, ഇനിയൊരു ശല്യമായി ഉണ്ടാകരുതൻ ജീവിതത്തിൽ. താതൻ്റെ പാവം കണ്ടന്താളിച്ച കുഞ്ഞിനെ മാറോടണച്ചവൾ ആശ്വസിപ്പിച്ചു. കരയുന്ന കുഞ്ഞിനെ നോക്കാതെ അന്നയാൾ വാശിയോടെങ്ങോട്ടോ നടന്നകന്നു. നോവുന്ന പിഞ്ചു ഹൃദയങ്ങളെ അറിഞ്ഞെങ്കിലും പിരിയുന്ന ബന്ധങ്ങൾ ഒത്തുചേർന്നെങ്കിൽ, പിരിയുന്ന ബന്ധങ്ങൾ ഒത്തുചേർന്നെങ്കിൽ. പ്രിയാമണി അവതരിപ്പിച്ച കഥകളും കാർത്യായനി കൃഷ്ണൻകുട്ടി അവതരിപ്പിച്ച കവിതകളുമാണ് സാഹിത്യവേളയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത്. ഈ സാഹിത്യവേളയുടെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 8 മണിക്ക്.